മലപ്പുറം ജില്ലയെ ക്രിമിനൽ ജില്ലയാക്കാൻ CPM ജില്ലാ സെക്രട്ടറി ശ്രമിക്കുന്നുവെന്ന് ലീഗ് നേതാവ് KM ഷാജി പറയുന്നു. മുൻ SP സുജിത് ദാസിനെ കൂട്ടുപിടിച്ച് മലപ്പുറത്തെ കേസുകളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചു. RSS അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്ന് KM ഷാജിയുടെ ആരോപണം. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി അങ്ങ് വായിച്ച കണക്കിൽ മലപ്പുറം ഇന്ത്യയിലെ നമ്പർ 1 ക്രിമിനൽ ഡിസ്ട്രിക്റ്റ് ആണ്. അങ്ങ് പറഞ്ഞരുത്. പക്ഷെ ഈ കണക്കാരാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത്? അങ്ങയുടെ സുജിത്ത് അല്ലേ? ഈ RSS അജണ്ട മലപ്പുറത്ത് നടപ്പിലാക്കാൻ സുജിത്ത് ദാസ് മാത്രമല്ല, അജിത്ത് മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ CPM സെക്രട്ടറി. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ നാട്ടിൽ ഈ ക്രൈം കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ കാര്യം നമുക്കറിയാം. അത് ഈ എല്ലാ ക്രിമിനൽ കേസുകളും ഇവിടെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ക്രൈം കേസുകൾ ഓരോ ജില്ലയിലും വർദ്ധിക്കുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച KM ഷാജി പറയുന്നതിൻ്റെ അന്തരാർത്ഥം മറ്റെന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. വിവരങ്ങൾ. PV അൻവർ MLA മലപ്പുറം ജില്ലയിലെ CPM ജില്ലാ സെക്രട്ടറി വർഗീയവാദിയാണെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷം ഈ ഒരു ആരോപണം ഏറ്റെടുത്തിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവായിരിക്കുന്ന KM ഷാജി ഈ PV അൻവറിന്റെ ആരോപണം കൂടി ഏറ്റെടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിലെ CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് RSSന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ്. ഒപ്പം തന്നെ മുൻ SP ആയിരുന്ന സുജിദാസിനൊപ്പം ചേർന്നുകൊണ്ട് മലപ്പുറം ജില്ലയെ ക്രിമിനൽ ജില്ലയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതുമാണ് KM ഷാജി പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്ത് തന്നെ മലപ്പുറം ജില്ല ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയായി മാറിയത് എന്നും KM ഷാജി ആരോപണം ഉന്നയിക്കുകയാണ്. രാജ്യത്ത് IPCക്ക് പകരം BNS നിലവിൽ വന്ന സമയത്ത്, കേന്ദ്രം നടപ്പാക്കിയ സമയത്ത് രാജ്യത്ത് തന്നെ ആദ്യമായി BNSൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസ് മലപ്പുറം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഇതുകൂടി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് KM ഷാജി നിലവിൽ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം അരീക്കോട് നടന്ന ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്ററിന്റെ ഒരു പരിപാടിയിലാണ് KM ഷാജി ഇത്തരം ഒരു പരാമർശം നടത്തിയത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ അദ്ദേഹം കടന്നുകൊണ്ട് പരിഹസിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഡൽഹിയിൽ ചെന്ന് PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖം വേണോ എന്ന് ഈ ചെരുപ്പ് വിൽക്കുന്ന ആളുകൾ പറയുന്ന പോലെ പറഞ്ഞു നടക്കുകയാണ്. അങ്ങനെയാണ് ഇത് ഹിന്ദുവിനെ അഭിമുഖത്തിന് വേണ്ടി ഇവർ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൊങ്ങൻ മനുഷ്യനായ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയത്തിൽ ആർക്കാണ് വിലയുള്ളത് എന്നും അദ്ദേഹം മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും PV അൻവറിന്റെ ആരോപണത്തെ KM ഷാജി കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീമാണ്.